അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. രണ്ടാം ക്ലാസ്സിലെ തുറൂസുൽ ഇഹ്സാനിന്റെ ഇന്ന് നടന്ന പരീക്ഷയുടെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ ഉത്തരം പിശാജ് കൂടെ കൂടും, പിശാജ് അകന്നു പോകും. ഏതാ ശരി? പിശാജ് അകന്നു പോകും. അടുത്ത, സ്വർഗത്തിൽ കടക്കാൻ മുഫ്ലിസ് ആവണം, മുഅ്മിനാവണം. പരീക്ഷ വളരെ എളുപ്പമായിരുന്നില്ലേ എല്ലാവർക്കും? അടുത്ത 3, സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹമുണ്ടാകും, സ്നേഹം കുറയും, സ്നേഹം ഉണ്ടാകും. 4, മാതാപിതാക്കളെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും, കൂട്ടുകാർ വെറുക്കും. ഏതാ ശരി? അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. അടുത്ത്, നേരത്തെ ഉറങ്ങിയാൽ ഓർമ്മശക്തി കൂടും, ഓർമ്മശക്തി കുറയും. ഓർമ്മശക്തി കൂടും. വളരെ വളരെ സിമ്പിൾ ചോദ്യങ്ങൾ. അടുത്ത്, നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾക്ക് അടിവരയിടാനാണ്. താഴെ പറയുന്നതിൽ ശരിയായവർക്ക് അടിവരയിടാനാണ്. അപ്പോൾ നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങളാണ്. പെരുമാറ്റം നന്നാവും, ശരിയാണ്, അപ്പോൾ അടിവരയിടുക. അടുത്ത്, ആരോഗ്യം കൂടും, ശരിയാണ്. അടുത്ത്, സന്തോഷം നഷ്ടപ്പെടും, അത് ശരിയല്ല. പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും, ശരി. സന്തോഷം ഉണ്ടാകും, ശരി. പിന്നെ പൂർത്തിയാക്കാം, ഉറക്കം അള്ളാഹു നൽകിയ വലിയ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞിരുന്നു, പ്രത്യേകം പറഞ്ഞ് എഴുതി പഠിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. 2 or 3 തവണ ഉത്തരങ്ങൾ എഴുതി പഠിക്കണം. ഇത് കണ്ടോ, വലിയ അനുഗ്രഹമാണ്. ഇതിങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടെങ്കിലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അക്ഷരത്തെറ്റ് വന്നാൽ ഫുൾ മാർക്ക് കിട്ടില്ല. വലിയ അനുഗ്രഹമാണ്, കണ്ടില്ലേ? അനുഗ്രഹമാണ്. വലിയ ഇവിടെ ഉണ്ട്, അനുഗ്രഹമാണ് മാത്രമേ എഴുതേണ്ടുള്ളൂ. അടുത്ത, ഇശാഇന് ശേഷം സംസാരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല. എങ്ങനെ ഇഷ്ടമായിരുന്നില്ല എഴുതാ? ഇതാ, ഇഷ്ടമായിരുന്നില്ല എഴുതി നോക്കണം. ഇഷ്ടമായിരുന്നില്ല, ഇതാണ് വന്നത്. അടുത്തത്, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പ. അതെല്ലാവർക്കും സിമ്പിളായിരിക്കും. പിന്നെ മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും, അത് ഞാൻ പറഞ്ഞിരുന്നു പ്രത്യേകം, മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം. കണ്ടോ, അനുസരിക്കുകയും വേണം. ഇതുപോലെ എഴുതണം. അടുത്തത്, ഗർഭം ചുമന്നതും വേദന സഹിച്ച് പ്രസവിച്ചതും ഉമ്മ. അതൊക്കെ എല്ലാവർക്കും അറിയാം. അടുത്ത, വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ പറയണം എന്ത്? എല്ലാവർക്കും അറിയാം, ബിസ്മിയാണ്. പക്ഷേ ചില കുട്ടികൾ ബിസ്മി എന്ന് മാത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് ഫുള്ള് കിട്ടൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫുള്ള് എഴുതണം. അവിടെ ബിസ്മി ലാഹി ഇങ്ങനെ എഴുതണ്ടേ, റഹ്മാൻ ഇങ്ങനെയാണ്, റഹീം ഇങ്ങനെയാണ്. ഇതൊന്നും മുട്ടിക്കാൻ പാടില്ല. ഇവിടെ അലിഫും ലാമും വേണം, ഇവിടെ അലിഫും ലാമും വേണം. ഇതൊക്കെ ശ്രദ്ധിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും, ഇല്ലെങ്കിൽ മാർക്ക് കുറയും. അടുത്ത്, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എപ്പോൾ? ഇത് നമ്മൾ പറഞ്ഞതായിരുന്നു. മാതാപിതാക്കളെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എന്ന് നമ്മൾ ആ പാഠത്തിൽ പറഞ്ഞതാണ്. ഇതാ, മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ, എന്തായിട്ട് തരം? മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ. അടുത്തത്, ക്രമത്തിലാക്കാനാ. റിള വാലിദൈൻ റബ്ബി ഫി റിള. എന്താ? റിള റബ്ബി 1 ഇത്, 2 ഇത്. റിള റബ്ബി ഫി റിള 3, വാലിദൈന് 4. അടുത്ത, പൂരിപ്പിക്കാനാ. ബിസ്മി ഡാഷ് നാം, ബിസ്മി ഡാഷ് കുടിക്കുക നാം. അപ്പോൾ ചില കുട്ടികളെ പാട്ടിലെ 1ാമത്തെ വരിയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. 1ാമത്തെ വരിയല്ല ഇവിടെ ചോദിച്ചത്, 2ാമത്തെ വരി ചോദിച്ചു. ബിസ്മി പറഞ്ഞു തിന്നുക നാം. അവിടെ പറഞ്ഞു തിന്നുക, ഇത് രണ്ടുമാണ് എഴുതേണ്ടത്. പിന്നെ ബിസ്മി പറഞ്ഞു കുടിക്കുക. ഇവിടെ പറഞ്ഞു കുടിക്കുക ഇവിടെ ഉണ്ട്, അപ്പോൾ പറഞ്ഞു മാത്രം എഴുതിയാൽ മതി ഇവിടെ. പിന്നെ അടുത്ത, സലാം അടയ്ക്കേണ്ട വാചകം ഏതാണ്? ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, അത് എഴുതാൻ വരും. അപ്പോൾ അതുപോലെ തന്നെ വന്ന് എഴുതുമ്പോൾ എഴുതാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അത് അങ്ങനെ എഴുതി പഠിക്കന്നെ വേണം. ഇതാ, വഅലൈക്കും അസ്സലാം. ഇതൊക്കെ ഒരുപാട് തെറ്റ് വന്നിട്ടാണ് കുറേ കുട്ടികൾ എഴുതിയിട്ടുള്ളത്. ചില കുട്ടികളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതേണ്ട, വഅലൈക്കും അസ്സലാം. ഇവിടെ അലിഫും ലാമും വേണം, ഇത് രണ്ടും മുട്ടിക്കാൻ പാടില്ല. പിന്നെ ഇവിടെ അയിനാണ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പിന്നെ ദുറൂസുൽ ഇഹ്സാൻ 2ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പർ, അതിൻ്റെ ഉത്തരങ്ങളും. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? 50ൽ 50 മാർക്കും കിട്ടുമോ എന്താണെന്നൊക്കെ അറിയിക്കും കേട്ടോ. ചോദ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെ വന്ന് വളരെ സിമ്പിളായിരുന്നു പരീക്ഷ. അള്ളാഹു എല്ലാവർക്കും നല്ല